ഇന്ത്യയുടെ ജനാധിപത്യം, അതാണ് ഞാൻ പല ആവർത്തി പറഞ്ഞത്, നിങ്ങളതിനെ ചോദ്യം ചെയ്യരുത്. ജനാധിപത്യത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന പലതിനെയും ചോദ്യം ചെയ്യരുത്. അതിനെ വളച്ചൊടിച്ച് നിങ്ങൾ പല രീതിയിൽ പല നിയമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനെ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യും. ഈ ഒരു രീതിയിലോട്ട് കൊണ്ടുപോയതിൻ്റെ കാരണം ഒരു സംഘപരിവാർ ബജറാംഗളിൻ്റെ ഒരു അജണ്ടയുണ്ട്. അതായത് ഇന്ത്യയെ നശിപ്പിക്കുക, ഇന്ത്യ പൂർണ്ണമായിട്ടും ഹിന്ദുരാഷ്ട്രം. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. ഇന്ത്യ ഒരു 1000 വർഷം കഴിഞ്ഞാൽ ഹിന്ദുരാഷ്ട്രം ഉണ്ടാകാൻ പോകുന്നില്ല. അതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഒരു 50 വർഷം മുമ്പേ ഉണ്ടാകേണ്ട കാര്യമായിരുന്നു. അന്നാണെങ്കിൽ ചിലപ്പോൾ നടന്നു പോയേനെ. ഇനി ഇതൊരു 1000 വർഷം കഴിഞ്ഞാലും നടക്കത്തില്ല. കാരണം ഇന്ത്യയുടെ ജാതീയത ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അവർ തന്നെയാണ് ഈ കുഴി ഒഴിച്ചേക്കുന്നത്. ആ കുഴിയിൽ, അതായത് സുപ്രീം കോടതി വിധിയോട് ആ കുഴിയിൽ വീഴാൻ പോകുന്നത് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തവരാണ്. ഇതൊക്കെ സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നിയമം വെച്ച് പോലീസിനും ബജറാംഗളിലും മിണ്ടാൻ സാധിക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരെ നിങ്ങളെല്ലാം കൂടെ ദളിത്സിനെ തെരുവിലോട്ട് ഇറക്കി. ആ ഇറക്കിയ ദളിത്സ് തിരിച്ചു പോകത്തില്ല. അവർ തെരുവിൽ ഓവർ സ്മാർട്ടാകും. ഓവർ സ്മാർട്ടായിട്ട് അവനെ അടിച്ചൊതുക്കിയ അമർച്ച ചെയ്ത ആ സാധനങ്ങൾ അവൻ തിരിച്ചു ചോദിക്കും. ഇതിനെല്ലാം വഴിവെച്ചു കൊടുത്തു നിങ്ങൾ. ഇതാണ് ഞാൻ അൾട്ടിമേറ്റായിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റിയ അബദ്ധമായത്, നിങ്ങൾക്ക് പറ്റിയ പൊട്ടത്തരമാണിത്. ഇന്ത്യയിലെ ജാതീയത അവസാനിപ്പിക്കാതെ നിങ്ങൾക്കൊരു കുന്തവും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. എക്സാക്റ്റ് ആയിട്ടുള്ള ജാതീയതയാണ് ഇന്ത്യയുടെ പ്രശ്നം. അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാതെ നിങ്ങൾ എന്തു കുന്തം പറഞ്ഞാലും ഇന്ത്യയിൽ പരിവർത്തനം ഉണ്ടാകും, മനപരിവർത്തനം ഉണ്ടാകും. എത്രയോ എക്സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ട്.